ഒരു സമ്പദ് വ്യവസ്ഥയിലെ 4 പ്രധാന മേഖലകൾ ഏതെല്ലാം? വാട്ട് ആർ ദി 4 മേജർ ഫാക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി? ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന 4 മേഖലകൾ അല്ലെങ്കിൽ 4 മേജർ ഫാക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എക്കണോമിക്സിന്റെ എല്ലാ പബ്ലിക് എക്സാമിനും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നാമത്തത് ഫേംസ് അഥവാ സ്ഥാപനങ്ങൾ. എന്റർപ്രണേഴ്സ് ഓർ ഫേംസ് ആർ ആൻ ഇമ്പോർട്ടന്റ് സെക്ടർ ഓഫ് ആൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് എന്റർപ്രണേഴ്സ് അല്ലെങ്കിൽ ഫേംസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്പത്ത് ഉണ്ടാക്കുന്നത്. ദേ ജനറേറ്റ് വെൽത്ത്, ക്രിയേറ്റ് എംപ്ലോയ്മെന്റ്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. പേ ടാക്സസ് ടു ദി ഗവൺമെന്റ്, ഗവൺമെന്റിലേക്ക് നികുതി അടക്കുന്നു. ആൻഡ് ദെയർ ബൈ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിലും വികസനത്തിലും ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. അപ്പൊ ഫേംസ് അഥവാ സ്ഥാപനങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു പറഞ്ഞു കഴിഞ്ഞു. ഫേംസ് അഥവാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ്. അവർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്, ജനങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിലേക്ക് നികുതി അടക്കുകയും അതുവഴി രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വരെ കാരണമാകുന്നുണ്ട്. രണ്ടാമത്തത് ഹൗസ് ഹോൾഡ് അഥവാ കുടുംബങ്ങള്. ഒരു രാജ്യത്തിന്റെ അതുപോലെ തന്നെ ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് കുടുംബങ്ങൾ അഥവാ ജനങ്ങളില്ലാന്നുണ്ടെങ്കിൽ ആ രാജ്യം ഒരിക്കലില്ല, ആ രാജ്യം നിലനിൽപ്പില്ല എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ദി സെക്കൻഡ് മേജർ സെക്ടർ ഓഫ് ആൻ എക്കോണമി ദ ഹൗസ് ഹോൾഡ് സെക്ടർ ഓർ ഫാമിലി. കുടുംബങ്ങളിൽ എന്നാണ് ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ കുടുംബങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. ഹൗസ് ഹോൾഡ് റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽ, എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹൂസ് കൺസെപ്ഷൻ ഡിസിഷൻസ് ആർ ടേക്കൺ ജോയിന്റ്ലി. ഹൗസ് ഹോൾഡ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ ഒരു കൂട്ടമായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്യും, അവർ ഒന്നിച്ചു നിൽക്കുകയും അതൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കുടുംബമാകും, അവർ നിൽക്കുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യും. അതുപോലെ ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ചോദനത്തെ അവിടുത്തെ ഗാർഹിക ഉപഭോഗ ചോദനം കുടുംബങ്ങളാണ് സമ്പാദിക്കുന്നത്. അതുപോലെ തന്നെ നികുതികൾ കൊടുക്കുന്നു, ഉപഭോഗ ആവശ്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നു, കുടുംബങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നു, വേതനമായോ ശമ്പളമാകുകയോ ആകാം. അവർ തൊഴിലെടുക്കുകയും അതിനനുസരിച്ച് വരുമാനം ഉണ്ടാക്കുകയും അതിനനുസരിച്ച് സാധന സേവനങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ വികസനത്തിന് കാരണമാകുകയാണെന്നാണ് പറഞ്ഞത്. ദ മേജർ കോമ്പണന്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, അവരെല്ലാവരും കൂടി മൊത്തം ചോദന ഉളവാക്കാണ്. ഹൗസ് ഹോൾഡ് കൺസംപ്ഷൻ ഡിമാൻഡ്, ഹൗസ് ഹോൾഡ് ഏൺ ഇൻകം കുടുംബങ്ങൾ പണം സമ്പാദിക്കുന്നുണ്ട്, അതുപോലെ അതിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, നികുതി കൊടുക്കുന്നുണ്ട്, പേ ടാക്സസ്, സേവ് ആൻഡ് സ്പെൻഡ് മണി ഓൺ കൺസപ്ഷൻ, അവരുടെ ആവശ്യങ്ങൾക്ക് ഉപഭോഗത്തിന് വേണ്ടി പണം ഉപയോഗിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഹൗസ് ഹോൾഡ് റിസീവ്സ് ഇൻകം ആസ് എ വേജസ് ആസ് സാലറീസ്. ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ കുടുംബങ്ങൾ പണം ഏൺ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് കൂലിയായിട്ടോ അല്ലെങ്കിൽ വരുമാനമായിട്ടാണ്. ഇപ്പൊ രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ്, കുടുംബങ്ങൾ എങ്ങനെ രാജ്യത്തിന്റെ വികസനത്തെയും വളർച്ചയും സ്വാധീനിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് ഗവൺമെന്റ് എങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുക? ഗവൺമെന്റ് ദ അതർ ഇമ്പോർട്ടന്റ് സെക്ടർ ഇൻ എ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ ഈസ് ദ സ്റ്റേറ്റ് ഓർ ദ ഗവൺമെന്റ്. ദ സ്റ്റേറ്റ് ഡസ് നോട്ട് ആക്റ്റീവ്ലി ഇൻവോൾവ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഗവൺമെന്റ് നേരിട്ട് ഒരിക്കലും അവിടുത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നില്ല, അതിൽ നേരിട്ട് ഇടപെടുന്നില്ല. ബട്ട് പ്ലേസ് എ റെഗുലേറ്ററി റോള്, എന്നാൽ നിയന്ത്രണാത്മകമായിട്ടുള്ള ഒരു പങ്കുല് വഹിക്കുന്നുണ്ട്. ദ ഗവൺമെന്റ് മേക്സ് ലോസ് ആൻഡ് എൻഫോഴ്സ് ദം. ഗവൺമെന്റ് അവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നുണ്ട്. അനദർ ഇമ്പോർട്ടന്റ് റോൾ സ്റ്റേറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ. അവരെന്താണ് ആ രാജ്യത്തിന് സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ പ്രധാനമായിട്ടൊരു പങ്കാണ് സാമൂഹിക സാമ്പത്തികമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നത്. അപ്പൊ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലെ ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ്. അവർ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നേരിട്ട് ഇടപെടുന്നില്ല, എന്നാൽ അവിടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എല്ലാവരും നിയന്ത്രിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് സെക്ടറാണ്. ഗവൺമെന്റ് എന്ത് ചെയ്യും? അവിടെ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള വികസനം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ ബാഹ്യമേഖല അഥവാ എക്സ്റ്റേണൽ സെക്ടർ. അപ്പം ഇന്നത്തെ കാലത്ത് കാണുന്ന അല്ലെങ്കിൽ മോഡേൺ എക്കോണമി അല്ലെങ്കിൽ ആധുനിക സമ്പദ് വ്യവസ്ഥകളെല്ലാം തന്നെ പ്രധാനമായിട്ടും ഒരു ഓപ്പൺ എക്കോണമി സിസ്റ്റമാണ്. ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ പ്രധാനമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തിക ബന്ധത്തെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. അല്ലെങ്കിൽ അവിടുത്തെ വ്യാപാരത്തെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് എക്കോണമി, രണ്ടാമത് ഓപ്പൺ എക്കോണമി. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്, ഓപ്പൺ എക്കോണമി, ക്ലോസ്ഡ് എക്കോണമി. ഇത് പ്രധാനമായിട്ടും അവിടെ എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും സ്വാധീനിക്കുകയാണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റുമതിയാണ്, എന്നാൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി. ഓപ്പൺ എക്കോണമിയിൽ അവിടെ എക്സ്പോർട്ട് ഉണ്ടായിരിക്കും, ഇമ്പോർട്ട് ഉണ്ടായിരിക്കും, കയറ്റുമതി ഇറക്കുമതി ഉണ്ടായിരിക്കും.
എന്നാൽ ക്ലോസ്ഡ് എക്കോണമിയിൽ എന്തുണ്ടാവില്ല, ഒരിക്കലും കയറ്റുമതി ഉണ്ടാവില്ല, ഇറക്കുമതി ഉണ്ടാവില്ല. ആ രാജ്യത്തിന് സമ്പദ് വ്യവസ്ഥയിൽ ഉത്പാദിപ്പിച്ച സാധനങ്ങൾ അവിടെ തന്നെ അവർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എക്സാമിന് 2 മാർക്കും ചിലപ്പോൾ ചോദ്യം വരാറുണ്ട്, ക്ലോസ്ഡ് എക്കോണമി ആൻഡ് ഓപ്പൺ എക്കോണമി, അല്ലെങ്കിൽ എന്താണ് ഓപ്പൺ എക്കോണമി എന്ന് ചോദിക്കാറുണ്ട്. ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്, ഒരു രാജ്യം വിവിധ രാജ്യങ്ങളുമായിട്ട് എല്ലാവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ എക്കോണമി എന്ന് പറയും. എന്നാൽ ക്ലോസ്ഡ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം വിദേശ രാജ്യങ്ങളുമായിട്ട് യാതൊരുവിധ വ്യാപാര ബന്ധത്തിലും ഏർപ്പെടുന്നില്ല. ശേഖരവും പ്രവാഹവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഓരോ ഉദാഹരണ സഹിതം എഴുതുക. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾസ് വിത്ത് 1 എക്സാമ്പിൾ ഈച്ച്. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. പബ്ലിക് എക്സാമിന് ഈ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. 2 മാർക്കിന് എന്തായാലും ചോദിക്കും. ആദ്യം തന്നെ നമ്മൾ വേരിയബിൾസ് അഥവാ ചരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. മാറ്റത്തിന് വിധേയമാകുന്ന എന്തിനെ നമുക്ക് ചരങ്ങൾ അഥവാ വേരിയബിൾസ് എന്ന് വിളിക്കാവുന്നതാണ്. എന്താ മാറ്റത്തിന് വിധേയമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇവ മാറ്റത്തിന് വിധേയമാകാറുണ്ട്. എന്നാൽ എന്താണ്, ചില സമയത്ത് പെട്ടെന്ന് അളക്കാൻ സാധിക്കുന്നതുണ്ട്, എന്നാൽ പെട്ടെന്ന് അളക്കാൻ സാധിക്കാത്തതുണ്ട്. അളക്കാൻ സാധിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, സ്റ്റോക്ക് എന്നും, പെട്ടെന്ന് അളക്കാൻ സാധിക്കാത്തതിനെ നമ്മൾ ഫ്ലോ എന്ന് വിളിക്കും, അഥവാ ശേഖരവും പ്രവാഹവും എന്ന് വിളിക്കും. അപ്പം വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് അണ്ടർഗോസ് ചേഞ്ച് ഈസ് കാൾഡ് വേരിയബിൾ. മാറ്റത്തിന് വിധേയമാകുന്ന എന്തിനെ നമുക്ക് വേരിയബിൾസ് അഥവാ ചരങ്ങൾ എന്ന് വിളിക്കാം. ചരങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. നാഷണൽ ഇൻകം, GDP, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, പ്രൊഡക്ഷന്, കൺസപ്ഷന്, മണി സപ്ലൈ, വേജ്, എംപ്ലോയ്മെന്റ്, എക്സ്പെൻസ്, ഡിമാൻഡ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് വേരിയബിൾസ് അഥവാ ചരങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇവിടെ സ്റ്റോക്കും ഫ്ലോക്കും ഉള്ള എക്സാമ്പിൾ ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ സ്റ്റോക്ക് എന്താണെന്നും ഫ്ലോ എന്താണെന്നും നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു ചരത്തിനെ ശേഖരം എന്ന് പറയുന്നു. എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഈസ് കാൾഡ് സ്റ്റോക്ക്. അതായത് ഒരു പ്രത്യേക സമയത്ത് അളക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അളക്കാൻ സാധിക്കുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, സ്റ്റോക്ക് എന്ന് വിളിക്കും. എ സ്റ്റോക്ക് ഈസ് എ സ്റ്റാറ്റിക് കൺസെപ്റ്റ്. ഇറ്റ് ഹാസ് നോ ടൈം ലിമിറ്റ്. ഇറ്റ് ഈസ് മെഷേർഡ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഇതിന് പ്രത്യേക കാലതാമസമില്ല. ഏത് സമയത്തും നമുക്ക് അളക്കാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ശേഖരം എന്ന് പറയുന്നത്. ശേഖരം ഒരു നിശ്ചല ആശയമാണ്. ഇതിന് സമയപരിധി ഇല്ല. അതായത് അതിന് കൂടുതൽ സമയത്തിന്റെ ആവശ്യമില്ല. ഏത് സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു നിശ്ചിത കാലയളവിൽ അളക്കാൻ സാധിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫ്ലോ എന്ന് പറയുന്നത്. സ്റ്റോക്ക് എ വേരിയബിൾ ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഈസ് കാൾഡ് സ്റ്റോക്ക്. അതായത് ഒരു പ്രത്യേക സമയത്ത് ഏത് സമയത്ത് നമുക്ക് പെട്ടെന്ന് അളക്കാൻ സാധിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്റ്റോക്ക് എന്ന് വിളിക്കാം. സപ്ലൈ ഓഫ് മണി, ബാങ്ക് ഡെപ്പോസിറ്റ്, ഫുഡ് ഗ്രെയിൻ സ്റ്റോക്ക്, ഇതൊക്കെ നമുക്ക് എന്തിനു ഉദാഹരണമാണ്, സ്റ്റോക്കിന് ഉദാഹരണമാണ്. എന്താ പറഞ്ഞത്, സപ്ലൈ ഓഫ് മണി എന്താണ്, പണത്തിന്റെ പ്രധാനം. ബാങ്ക് ഡെപ്പോസിറ്റ്, ബാങ്കിലുള്ള പണത്തിന്റെ അളവ്. ഫുഡ് ഗ്രെയിൻ സ്റ്റോക്ക്, അതായത് ധാന്യത്തിന്റെ ശേഖരം. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്താണ്, ഏത് സമയത്തും അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അളക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഫ്ലോ അഥവാ പ്രവാഹം. എന്താ പ്രവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു അണക്കെട്ടിലെ വെള്ളം. ആ അണക്കെട്ടിലെ വെള്ളം പെട്ടെന്ന് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, അതിനളവ് നോക്കിക്കഴിഞ്ഞാൽ. എന്നാൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണക്കെട്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അതിലൂടെ ഒഴുകി പോകുന്ന വെള്ളം പെട്ടെന്ന് എത്രയെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു നദിയിലൂടെ ഒഴുകുന്ന വെള്ളം അതുപോലെയാണ്. അതിന് കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കും. എ വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് എ ടൈം ഈസ് കാൾഡ് ഫ്ലോ. അതിനൊരു നിശ്ചിത സമയം വേണം, ഒരു നിശ്ചിത കാലം വേണം. പെട്ടെന്ന് നമുക്ക് അളക്കാൻ സാധിക്കില്ല. ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഫ്ലോ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇറ്റ് ഈസ് എ ഡൈനാമിക് കൺസെപ്റ്റ്. ഇതൊരു ചലനാത്മകമായിട്ടുള്ള ഒരു ആശയമാണ്. നാഷണൽ ഇൻകം, ദേശീയ വരുമാനം, നമുക്ക് ഒരുപാട് സമയം, ഒരു വർഷം വേണം. ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെ, അതായത് മൂലധനത്തിൻ്റെത്. പിന്നെ ഇമ്പോർട്ട്, എക്സ്പോർട്ട് അല്ലെ, കയറ്റുമതി, ഇറക്കുമതി, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്, ഫ്ലോക്ക് ഉദാഹരണമാണ്. കാരണം പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഫ്ലോ എന്ന് വിളിക്കുന്നത്. എക്സാമിന് 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദ്യം ആവർത്തിച്ച് വരാറുണ്ട്. അപ്പോൾ സ്റ്റോക്ക് എന്താണെന്നും ഫ്ലോ എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. 2 മേഖലകൾ മാത്രമുള്ള ഒരു മാതൃകയിലെ വരുമാനത്തിന്റെ ചാക്ര പ്രവാഹം കാണിക്കുന്ന ചിത്രം വരയ്ക്കുക. ഡ്രോ ദി ഡയഗ്രാം ഷോവിങ് സർക്കുലർ ഫ്ലോ ഇൻ എ 2 സെക്ടർ മോഡൽ. ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലെ ചാക്ര പ്രവാഹത്തിന്റെ മാതൃക വരയ്ക്കാനാണ് പറഞ്ഞത്. പബ്ലിക് എക്സാമിന് വരെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് മേഖലകളുണ്ട്. വിവിധ മേഖലകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെയും
പരസ്പര ആശ്രയത്വത്തിന്റെയും ചിത്രരൂപത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം അഥവാ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് ജനങ്ങളുണ്ട്. ഇവർ തമ്മിൽ പരസ്പരം ഒരു ബന്ധം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മളിവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളെയും നമ്മൾ ഒരൊറ്റ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് നമ്മൾ ഹൗസ് ഹോൾഡ് അഥവാ കുടുംബം എന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ ഒരൊറ്റ സ്ഥാപനമാക്കിയാണ് ഇവിടെ പറയുന്നത്. അതാണ് ഫേംസ് അഥവാ എന്താണ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പ്രധാനമായിട്ടും ഒരു സമ്പദ് വ്യവസ്ഥയിലെ 2 മേഖലകൾ മാത്രമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇതിൽ 2 മേഖലകൾ മാത്രമുള്ള സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹമാണ്, അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഹൗസ് ഹോൾഡും ഫേമും നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഒരു ഭാഗത്ത് കുടുംബങ്ങൾ അഥവാ ഹൗസ് ഹോൾഡ് ഉണ്ട്, മറ്റൊരു ഭാഗത്ത് ഫേംസ് അഥവാ ഉൽപ്പാദക സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് ഇവിടെ 4 ഫ്ലോ കൊടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പ്രധാനമായിട്ടും 4 ഫ്ലോകൾ. അതിൽ ഒന്നാമത്തെ ഫ്ലോ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഒന്നാമത്തെ ഫ്ലോ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഹൗസ് ഹോൾഡിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്കുള്ള ഫ്ലോ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആരോ മാർക്ക് കൊടുക്കാം അല്ലേ. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ആരോ മാർക്ക് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തത് എന്താണ് സ്ഥാപനങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്കുള്ള ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഫ്ലോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരെ മാർക്ക് ആരോ മാർക്ക് ഇങ്ങോട്ടും കൊടുത്തു. മൂന്നാമത്തത് കുടുംബങ്ങളിൽ നിന്ന് വീണ്ടും ഫേംസിലേക്ക് സ്ഥാപനങ്ങളിലേക്കുള്ള ഫ്ലോ മൂന്നാമത്തെ. ഇനി നാലാമത്തത് കുടുംബങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്കുള്ള 4ാമത്തെ ഫ്ലോ നമ്മൾ എന്താണ് ഹൗസ് ഹോൾഡിലേക്കുള്ള ഫ്ലോ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഒന്നാമത്തെ ഫ്ലോ കുടുംബങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്ക്, ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേംസിലേക്കുള്ളതാണ്. അപ്പം എന്തായിരിക്കും കുടുംബങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കാനുള്ളത്? ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു രാജ്യത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം ഒരൊറ്റ സ്ഥാപനമായിട്ടാണ് ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത്, ഫേംസ് എന്ന് പറഞ്ഞാൽ. ഒരു രാജ്യത്ത് ഒരുപാട് കുടുംബങ്ങളുണ്ട്, ആ കുടുംബങ്ങളെല്ലാം ഒരൊറ്റ കുടുംബമായിട്ടാണ് ഇവിടെ പരിഗണിക്കുന്നത്, ഹൗസ് ഹോൾഡ് എന്ന്. അപ്പം ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സർക്കുലർ ഫ്ലോ ആണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കുടുംബങ്ങളിൽ നിന്ന് അഥവാ ഹൗസ് ഹോൾഡിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്കുള്ളത്, അഥവാ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേംസിലേക്കുള്ളത്. അതിൽ ഉൽപാദന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങളായ എന്തൊക്കെയാണ് ഒരു സ്ഥാപനത്തിന് ഉൽപാദനത്തെ സഹായിക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ? ഒന്നാമത്തത് ലാൻഡ്, ഭൂമി. രണ്ടാമത്തതോ തൊഴിൽ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് വിളിക്കാവുന്ന ലേബർ അല്ലെ, തൊഴിലാളി അല്ലെങ്കിൽ തൊഴിൽ, ലേബർ. മൂന്നാമത്തത് ക്യാപിറ്റൽ, മൂലധനം. നാലാമത്തത് എന്റർപ്രണർഷിപ്പ്, സംഘാടനം എന്ന് പറയും, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയാറുണ്ട്. എന്റർപ്രണർഷിപ്പ്. അപ്പം ഉൽപാദന ഘടകങ്ങളായ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കുടുംബങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കും, ഭൂമി കൊടുക്കും, ലാൻഡ് കൊടുക്കും, ലേബർ കൊടുക്കും, അഥവാ തൊഴിലാളി തൊഴിൽ ചെയ്ത് കൊടുക്കും, മൂലധനം കൊടുക്കും ആളുകൾ. അതുപോലെ തന്നെ എന്റർപ്രണർഷിപ്പ്, അതിൽ ഷെയർ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തിരിച്ച് അതിന് പ്രതിഫലമായിട്ട് എന്താണ് നമുക്ക് കിട്ടുക? ഭൂമി കൊടുക്കുമ്പോൾ അതിനെന്ത് കിട്ടും? അതിന് പ്രതിഫലം കിട്ടും. അതായത് ഘടക വരുമാനം, ഫാക്ടേഴ്സ് ഇൻകം, അതായത് സ്ഥാപനങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് കിട്ടുന്നത് ഫാക്ടേഴ്സ് ഇൻകം, ഘടകങ്ങൾക്കുള്ള വരുമാനം കിട്ടുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും? ലാൻഡിന് എന്ത് കിട്ടും? റെന്റ് കിട്ടും. ഭൂമിക്ക് എന്ത് കിട്ടും? പാട്ടം കിട്ടും, റെന്റ്. ലേബറിന് എന്ത് കിട്ടും? നമുക്ക് ലേബർ, തൊഴിലാളിയാണെങ്കിൽ അതിനെന്ത് കിട്ടും? വേജ് കിട്ടും, അല്ലെങ്കിൽ തൊഴിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേജ് കിട്ടും. ക്യാപിറ്റൽ ആണെങ്കിലോ, മൂലധനമാണെങ്കിലോ ഇൻട്രസ്റ്റ് കിട്ടും, ഇൻട്രസ്റ്റ്. നാലാമത്തെ എന്റർപ്രണർഷിപ്പ് ആണെങ്കിൽ അതിനെന്ത് കിട്ടും? പ്രോഫിറ്റ് അഥവാ ലാഭം കിട്ടും. അപ്പം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒരു ഉൽപാദന ഘടകങ്ങൾ എന്താണ്? ഉൽപാദന ഘടകങ്ങളായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ് ഇതൊക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഫേംസിലേക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള വരുമാനം കിട്ടും. ഇതൊക്കെ നമ്മൾ ഘടകങ്ങളായിട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന, സ്ഥാപനത്തെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഉൽപാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങളായിട്ട് കൊടുക്കുമ്പോൾ തിരിച്ച് അതിനൊക്കെ വരുമാനം കിട്ടുകയാണ്. ഫാക്ടേഴ്സ് ഇൻകം, ആ ഘടകങ്ങൾക്കൊക്കെ വരുമാനം കിട്ടും. വരുമാനം എന്ന് പറഞ്ഞാൽ എന്തായിട്ട് കിട്ടുക? പണമായിട്ടാണ് കിട്ടുന്നത്. റെന്റ് കിട്ടും, വേജ് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. റെന്റ് എന്തിനാ കിട്ടുക? ലാൻഡിന്. ഭൂമിക്ക് എന്ത് കിട്ടും? പാട്ടം കിട്ടും. ലേബർ ആണെങ്കിലോ, തൊഴിലാളി ആണെങ്കിലോ അതിന് വേജ്, കൂലി കിട്ടും. ക്യാപിറ്റൽ ആണെങ്കിലോ, മൂലധനം ആണെങ്കിലോ അതിന് ഇൻട്രസ്റ്റ്, പലിശ കിട്ടും.
എന്റർപ്രണർഷിപ്പ്, അതിൽ ഷെയർ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അതിന് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ വരുമാനം കിട്ടും, പണമായിട്ട് നമുക്ക് വരുമാനമായി കിട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ കുടുംബങ്ങൾ ഈ കിട്ടുന്ന പണം മുഴുവൻ എടുത്തു വെക്കില്ല, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. എക്സ്പെൻഡിച്ചർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ചെലവ്. എക്സ്പെൻഡിച്ചർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. എക്സ്പെൻഡിച്ചർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പം ഇങ്ങനെ കിട്ടിയ പണമല്ല അവരെടുത്ത് വെക്കില്ല, പകരം എന്ത് ചെയ്യും? ആ പണം വീണ്ടും സ്ഥാപനങ്ങളിലേക്ക് തന്നെ കൊടുക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരാളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്, അയാൾക്ക് കിട്ടിയ വരുമാനം അയാൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കും സാധനങ്ങൾ വാങ്ങുക. ഇവിടെ എല്ലാ സ്ഥാപനങ്ങളും ഒരൊറ്റ സ്ഥാപനമായിട്ടാണ് നമ്മൾ പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവരെടുത്ത് എടുത്തു വെക്കാനല്ല, കാരണം അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ചെലവഴിക്കാൻ വേണ്ടിയാണ്, സാധനങ്ങൾക്കും സേവനങ്ങൾക്കുള്ള ചെലവിന് വേണ്ടി ചെലവഴിക്കുകയാണ്. അപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് വീണ്ടും സ്ഥാപനങ്ങളിലേക്ക് ഫ്ലോ പോവാണ്, അല്ലെങ്കിൽ പണം ഒഴുകാണ് ചെയ്യുക. അപ്പം രണ്ടാമത്തതും പണത്തിന്റെ ഒഴുക്കാണ് കാണിച്ചിരിക്കുന്നത്, മൂന്നാമത്തതും പണത്തിന്റെ ഒഴുക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ സ്ഥാപനങ്ങളിലേക്ക് ഇങ്ങനെ സാധന സേവനങ്ങൾക്കുള്ള ആവശ്യത്തിന് വേണ്ടി പണം കൊടുക്കുമ്പോൾ തിരിച്ച് അവർ എന്ത് പ്രദാനം ചെയ്യും? സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും പ്രദാനം ചെയ്യും. ആര്? സ്ഥാപനങ്ങൾ കുടുംബങ്ങളിലേക്ക് എന്ത് ചെയ്യും? സാധനങ്ങളും സേവനങ്ങളും. സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും ഫേംസ്, അതായത് സ്ഥാപനങ്ങൾ തിരിച്ച് സാധന സേവനങ്ങളും ഹൗസ് ഹോൾഡിലേക്ക് പ്രദാനം ചെയ്യും. അപ്പൊ 4 തരത്തിലുള്ള ഫ്ലോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, സാധനങ്ങളുടെ ഘടകങ്ങളുടെ ഉൽപാദനത്തിന് വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങൾ പ്രദാനം ചെയ്യും. അപ്പോൾ തിരിച്ച് അവർക്ക് വരുമാനം കിട്ടും. വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ആ വരുമാനം സാധന സേവനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കും. നാലാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പണം കിട്ടിക്കഴിഞ്ഞാൽ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും പ്രദാനം ചെയ്യും. അപ്പോൾ നാലാമത്തെ ഫ്ലോ നേരെ കുടുംബങ്ങളിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ 4 തരത്തിലുള്ള ഫ്ലോ കാണിച്ച് അല്ലേ, അതിൽ 2 പണത്തിന്റെ ഒഴുക്കാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തതും മൂന്നാമത്തതും മണി ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഒന്നാമത്തതും നാലാമത്തതും എന്താണ് റിയൽ ഫ്ലോ അഥവാ സാധന സേവനങ്ങൾ ഒഴുക്കാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം എക്സാം ഒരു ചോദന വക്രം വരയ്ക്കുക, ചോദന നിയമം പ്രസ്താവിക്കുക. ഡ്രോ എ ഡിമാൻഡ് കർവ്, സ്റ്റേറ്റ് ദി ലോ ഓഫ് ഡിമാൻഡ്. ചോദനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഥവാ ഡിമാൻഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡിമാൻഡ്? അല്ലെങ്കിൽ ഡിമാൻഡ് സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഇസ് എ ഡിസയർ ഫോർ എബിലിറ്റി ആൻഡ് വില്ലിനെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. അപ്പം ഒരു സാധനം വാങ്ങാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ് അല്ലെങ്കിൽ അയാളുടെ താല്പര്യത്തെ, അല്ലാതെ താല്പര്യം മാത്രം പോരാ, വാങ്ങാനുള്ള കഴിവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇവിടെ നമ്മളൊരു ഡിമാൻഡ് കർവ് വരച്ചിട്ടുണ്ട്. ഡിമാൻഡ് കർവ് DD എന്ന ഡിമാൻഡ് കർവ് അവിടെ എക്സ് ആക്സും വൈ ആക്സും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. വൈ ആക്സിൽ പ്രൈസും അഥവാ സാധനത്തിന്റെ വിലയും, എക്സ് ആക്സിൽ സാധനത്തിന്റെ ക്വാണ്ടിറ്റി അഥവാ അളവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിനെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. അപ്പം ഒരു സാധനം വാങ്ങാനുള്ള കഴിവും വ്യക്തിയുടെ താല്പര്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സാധനത്തിന് ഡിമാൻഡ് ഉണ്ട് പറയാൻ സാധിക്കുള്ളൂ. എന്നാൽ അവിടെ ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് വില വർദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചോദന നിയമം പറയുന്നത് വില വർദ്ധിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുമെന്നും പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ശരിയാണോന്നും കൂടി നമുക്ക് നോക്കാവുന്നതാണ്. എക്സാമിന് 2 മാർക്ക് ചോദ്യം വരാറുണ്ട്, അല്ലെങ്കിൽ 2 മാർക്കിനും 3 മാർക്കിനും ചോദ്യം ആവർത്തിച്ച് വരാറുണ്ട്. ഇവിടെ നമ്മൾ DD എന്ന ഡിമാൻഡ് കർവ് കൊടുത്തിട്ടുണ്ട്. DD എന്ന ഡിമാൻഡ് കർവ് എന്നാൽ പിയും ക്യൂവും സാധനത്തിന്റെ വിലയും സാധന അളവും. പി പറഞ്ഞ ഒരു നിശ്ചിത വില, ക്യൂ പറഞ്ഞ ഒരു നിശ്ചിത അളവ്. ഇപ്പൊ നമുക്ക് പി എന്ന് പറഞ്ഞ ഒരു 10 രൂപയാണെന്ന് വിചാരിക്കാം. ഇവിടെ സാധന വില 10 രൂപയാണ്. ഇവിടെ ഏകദേശം 20 യൂണിറ്റ് ഡിമാൻഡ് ഉണ്ട്. എന്നാൽ വില 10 നിന്ന് വില 15 രൂപയായി വർദ്ധിച്ചു. വില 10 നിന്ന് വില 15 രൂപയായി വർദ്ധിച്ചു. വില 15 രൂപയായി വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നോക്കുക നമ്മൾ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ ഡിമാൻഡ് കർവിലേക്ക് ഒരു വര വരച്ചു. വില വർദ്ധിച്ചു. വില 10 രൂപയിൽ നിന്ന് 15 രൂപയായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യം 10 രൂപയായപ്പം 20 യൂണിറ്റ് ആയിരുന്നു മാർക്കറ്റിലെ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇടതുവശത്തേക്ക് പോരും തോറും എന്താ സംഭവിക്കുന്നത്? അളവ് കുറയാണ്. ഇപ്പം ഏകദേശം ഒരു 10 യൂണിറ്റ് ആയിട്ട് എന്ത് കുറഞ്ഞു? ഡിമാൻഡ് കുറഞ്ഞു. വില വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറയുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചിത്രം നോക്കിയോട് കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും, വില 10 രൂപയിൽ നിന്ന് വില 15 രൂപയായിട്ട് വർദ്ധിച്ചപ്പോൾ, വില 10 രൂപയിൽ നിന്ന് 15 രൂപയായിട്ട് വർദ്ധിച്ചപ്പോൾ സാധനത്തിന്റെ അളവ് 20 യൂണിറ്റിൽ നിന്ന് 10 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. അതിന് ഡിമാൻഡ് കുറഞ്ഞു. ഇപ്പം വില വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറയുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യക്തമായിട്ടുണ്ടാവും.
ഇനി വില 10 രൂപയിൽ നിന്ന് 5 രൂപയായി കുറഞ്ഞെന്ന് വിചാരിക്കുക. ഏകദേശം ഇവിടെയാണ്. വില കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുക? നേരെ ഡിമാൻഡ് കർവിലേക്ക് നമുക്ക് വരയ്ക്കാവുന്നതാണ്. 20 എന്നുള്ള ഏകദേശം 30 യൂണിറ്റ് ആയിട്ട് വർദ്ധിച്ചു. ഒരു എക്സാമ്പിൾ ആണ് പറയുന്ന അളവ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, വില 10 നിന്ന് 5 രൂപയായിട്ട് കുറഞ്ഞു. വില കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്ത് 20 നിന്ന് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് വലത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിക്കുകയാണ്. 20 നിന്ന് ഏകദേശം 30 യൂണിറ്റ് ആയിട്ട് വർദ്ധിച്ചു. അപ്പൊ ചോദന നിയമത്തിൽ എന്താ പറയുന്നത്? വിലയും ഡിമാൻഡും, പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആണ്. വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുമെന്നും വില കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ചിത്രത്തിലൂടെ എന്താണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. 10 രൂപയിൽ നിന്ന് 15 രൂപയായിട്ട് വില വർദ്ധിച്ചപ്പോൾ ഡിമാൻഡ് കുറഞ്ഞതാണെന്നും, അല്ലെങ്കിൽ സാധനത്തിന്റെ അളവ് വാങ്ങാൻ ജനങ്ങൾക്ക് താല്പര്യം കുറവാണ്, ജനങ്ങൾ സാധനം വാങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയാന്നാണ്. വില 10 നിന്ന് 5 രൂപയായിട്ട് കുറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് അതിനുള്ള താല്പര്യം കൂടുകയാണ്. അപ്പോൾ കൂടുതൽ യൂണിറ്റ് വാങ്ങാൻ വേണ്ടി ശ്രമിക്കും, അതായത് ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ലോ ഓഫ് ഡിമാൻഡ്, ചോദന നിയമം പറയുന്നത് എന്താണ്? വിലയും ഡിമാൻഡും, പ്രൈസ് ആൻഡ് ഡിമാൻഡും തമ്മിൽ എന്താണ്? ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. സ്വാഭാവികമായിട്ട് എന്താണ്? വില വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറയുമെന്നും വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുമെന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്.